പിന്നെ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സിനിമാക്കാർ തള്ളറിയാലോ. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ പല സിനിമാക്കാരും പറഞ്ഞു കേട്ടാ, അയാൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ ഗൺ പോയിന്റിൽ നിർത്തി. എന്നിട്ട് തലയ്ക്ക് തോക്ക് വെച്ചിട്ട് അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തെന്നൊക്കെയാണ് സിനിമാക്കാർ പറഞ്ഞു നടക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഒരു മാനസികാവസ്ഥ പിന്നെ എനിക്കതിൽ റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ട് ചെയ്തതിൽ. അപ്പോൾ ഇതിവർ പ്ലാൻ ചെയ്തിട്ട്, അതായത് ഇവർക്കൊരു ബ്രേക്ക് ത്രൂ ആണായിരുന്നു. അതായത് എത്രയും കാലം ഉണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും വഴങ്ങൂല, പൈസ വാങ്ങൂല, ഭീഷണിപ്പെടുത്തി വഴങ്ങൂല. അപ്പം അത് ഇവർക്ക് പൊളിച്ചിട്ട് എൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി ഇവർക്ക് പൊളിക്കണമായിരുന്നു. ക്രെഡിബിലിറ്റി ഇവർക്ക് പൊളിക്കണമായിരുന്നു. അപ്പോൾ ആ ക്രെഡിബിലിറ്റി പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, പ്ലാൻഡ്. ഇതിൻ്റെ പിന്നിൽ മറ്റേ ഇയാൾ അസോസിയേഷൻ്റെ ആളാണല്ലോ. പിന്നെ ഇയാൾ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇയാൾ വൻ ടീമാണെന്നല്ലോ എനിക്കറിയാം. പഴയ എന്തൊക്കെയോ വൻ കേസസുള്ള ആളാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഇയാളെ അടുത്ത് വീണ്ടും എന്നെ വിളിക്കുമോ എനിക്കറിയില്ല, ഇൻ്റർവ്യൂ കണ്ടിട്ട്. ഇപ്പൊ അത് പറയാനുള്ള ഒരു ഇത് പ്രചോദനം വന്നത് പ്രചോദനത്തിനല്ല, നമ്മൾ ഓരോ മൂടല്ലേ. ഇതേ ക്വസ്റ്റ്യൻ മുമ്പും പലരും ചോദിച്ചിട്ടുണ്ട്. ബൈജു എന്നാർ ഇൻ്റർവ്യൂവിലാണ് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു വാക്കിൻ ഇൻ്റർവ്യൂ ആയിട്ട് ഇത്ര വിശദമായി പറയാൻ പറ്റിയില്ല. അപ്പം ഇയാളെ നാളെ ആളെയും കൂട്ടി വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഓരോ പിന്നെ നമുക്കൊരോ മൂടല്ലേ. പക്ഷെ അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്യുന്നുള്ള ഞാൻ അറിഞ്ഞില്ല. മനസ്സിലായോ? ഇവരിത് എൻ്റെ ക്രെഡിബിലിറ്റി തകർക്കാൻ, അല്ലെങ്കിൽ ഞാനിങ്ങനെ കീഴടങ്ങുന്ന ആളാണെന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പ്രൊപ്പഗാൻഡയായിട്ട് യൂസ് ചെയ്യുന്നുള്ള ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഇയാൾക്ക് ഒരു മാനസിക പ്രശ്നം ഉണ്ടായി പടത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ. അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡിലീറ്റ് ചെയ്താലും അറിയില്ലെന്ന് വിചാരിച്ചേ. കാരണം എന്നെ എത്ര ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സംഭവം ഡിലീറ്റായി എന്നേ വിചാരിച്ചുള്ളൂ.